ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാല ബോണ്ടയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കോട്ട മിക്സ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബോണ്ടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. ഇനി ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവ് കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം തിക്കായിട്ടിരിക്കണം, ഓവർ ലൂസായി പോകരുത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബോണ്ടയുടെ ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 7 അല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു മസാല ബോണ്ട കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് 2 വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ച് ഉടച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ ഈ ഫില്ലിങ് ആകെ ലൂസായി പോകും. നമുക്കിത് കയ്യിലെടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ഫില്ലിങ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കുഞ്ഞു ഉരുളയാക്കി എടുക്കാം. ഞാൻ ഈ ഫില്ലിങ് മുഴുവനായിട്ടും ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോട്ടി മിക്സ് ഉണ്ടല്ലോ, അതിൽ ഓരോ ഉരുളയും നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ, കരിഞ്ഞു പോകണ്ട. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും. ഇപ്പോൾ കണ്ട ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കോട്ട മിക്സിൽ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഈ ബോണ്ടയുടെ പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ട നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായ മസാല ബോണ്ട റെഡി. നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ, കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മസാല ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.